Hello my dear students, welcome back to the new session of Python programming. We have completed our second unit in the previous class and today we will start our third module. This module mainly focuses about functions. You have already familiar with the term functions in C programming. What is a function? What is a function? In Python, a function is a group of related statements that perform a specific task. Once a function is created by the programmer for a specific task, this function can be called any time to perform that task. Functions help to break our program into smaller and modular parts. As our program grows larger and larger, functions make it more organized and manageable. Furthermore, it avoids repetition and makes the code reusable. Each function is given a name using which we call it. A function may or may not return a value. Okay, there are mainly two types of functions which are built-in functions and user-defined functions. Built-in functions are functions which are already available in Python, and user-defined functions are the functions defined by the users themselves. Let us discuss the advantages of using functions. First one, they reduce duplication of code in a program. Second one, they break the large complex problems into smaller parts. Third one, they help in improving the clarity of code. That is, make the code easy to understand. Then next, a piece of code can be reused as many times as we want with the help of functions. Okay. First, we will discuss about built-in functions. Built-in functions are the functions already defined in the Python programming language. We can call them directly to perform a specific task. Every built-in function in Python performs some particular task. So, Python ഒരു function എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a group of statements which is used to perform a particular task. That is, ഒരു particular task perform ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുതുന്ന set of statementsനെയാണ് functions എന്ന് പറയാം. ഫംഗ്ഷൻസിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റീയൂസബിലിറ്റി ആണ്. ദാറ്റ് ഈസ് നമ്മളൊരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഒരു ഫംഗ്ഷൻസ് ആക്കി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എവിടെയൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ അവിടെ വീണ്ടും ആ കോഡ് എഴുതേണ്ട ആവശ്യമില്ല. ആ കോഡിനെ ആ ഫംഗ്ഷനെ ജസ്റ്റ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് അവിടെ വർക്ക് ചെയ്തിട്ട് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്ത് തരും. സോ റീയൂസബിലിറ്റി ആണ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഒരു വലിയ അഡ്വാൻറ്റേജ്. അതുകൂടാതെ തന്നെ ഫംഗ്ഷൻസ് നമുക്ക് നമ്മുടെ ഒരു വലിയ കോംപ്ലക്സ് പ്രോഗ്രാമിനെ മോഡുലറൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഒരു വലിയൊരു കോംപ്ലക്സ് പ്രോഗ്രാമിനെ ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി മാറ്റാം. സോ ആ ഒരു കോംപ്ലക്സിറ്റി കുറച്ച് ഒരു മോഡുലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിന് ഒരു സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാനും ഫംഗ്ഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫംഗ്ഷൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസും ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസും ഉണ്ട്. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ട് പൈത്തണിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫംഗ്ഷൻസിനെയാണ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അത് ഓൾറെഡി പൈത്തൻ്റെ ലൈബ്രറിയിൽ അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിനെ കോൾ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദേ ആർ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്. യൂസർക്ക് അവരുടെ ആവശ്യത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ആണ്. പൈത്തണിൽ ഒരുപാട് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഓൾറെഡി അവൈലബിൾ ആണ്. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ആയിട്ടും ഡേറ്റ് ടൈം ഫംഗ്ഷൻസ് ആയിട്ടും ഒക്കെ ഒരുപാട് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് പൈത്തണിൽ ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഓരോ ഫംഗ്ഷൻസും ആണ് ആദ്യം പഠിക്കുന്നത്. ഓക്കെ, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസിന് ഒരു എക്സാമ്പിൾ ആണ് ദ മാത്ത് മൊഡ്യൂൾ ഹാസ് സം മാത്തമാറ്റിക്കൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ദാറ്റ് പെർഫോം ടാസ്ക് റിലേറ്റഡ് ടു മാത്തമാറ്റിക്സ്. മെയിൻ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. പൈത്തണിൽ കുറേ മൊഡ്യൂൾസ് ഉണ്ട്. അതിലൊരു മൊഡ്യൂളാണ് മാത്ത് മൊഡ്യൂൾ. ഈ മാത്ത് മൊഡ്യൂളിൽ ഓൾറെഡി കുറേ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഉണ്ട്. ദേ ആർ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്. ദാറ്റ് ഈസ് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ഫംഗ്ഷൻസ് ആണ്. അത് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് നമുക്ക് ആ ഫംഗ്ഷൻസിനെ കോൾ ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, then first we will move on to Python mathematical functions. അപ്പോൾ ഓരോ built in functions ആണ് നമ്മൾ പഠിക്കുന്നത്. First we will going to study about Python mathematical functions. ഓക്കെ, ഈ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഒക്കെ അവൈലബിൾ ആവുന്നത് മാത്ത് മൊഡ്യൂളിൻ്റെ അണ്ടറിലാണ്. ദാറ്റ് ഈസ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ആർ അവൈലബിൾ അണ്ടർ മാത്ത് മൊഡ്യൂൾ. ഓക്കെ, വാട്ട് ഈസ് എ മൊഡ്യൂൾ ഇൻ പൈത്തൺ?
A module is a file that contains some predefined Python codes. A module can define functions, classes and variables. It is a collection of related functions grouped together. That is, Python ഒരു module എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a collection of functions, classes and variables. കുറേ ക്ലാസും ഫങ്ഷൻസും വാരിയബിൾസിൻ്റെ ഒക്കെ കളക്ഷനെയാണ് പൈത്തണിൽ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. പൈത്തണിൽ ഇതുപോലെ കുറേ മൊഡ്യൂൾസ് ഓൾറെഡി ഉണ്ട്. അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ് മാത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ദ മാത്ത് മൊഡ്യൂൾ ഈസ് എ സ്റ്റാൻഡേർഡ് മൊഡ്യൂൾ ഇൻ പൈത്തൺ ആൻഡ് ഈസ് ഓൾവേസ് അവൈലബിൾ. ഓക്കെ, ഈ മാത്തമാറ്റിക്കൽ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഒക്കെ അവൈലബിൾ ആയിട്ടിരിക്കുന്നത് ഈ മാത്ത് മൊഡ്യൂളിൻ്റെ ഉള്ളിലാണ്. Okay, to use mathematical functions under the math module, you have to import the module using import math. ഈ import math എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഈ മാത്ത് മൊഡ്യൂളിലുള്ള ഏതൊരു മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആയാലും യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനെ ഇമ്പോർട്ട് മാത്ത് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഗിവ്സ് ആക്സസ് ടു ദ അണ്ടർലൈൻ സി ലൈബ്രറി ഫങ്ഷൻസ്. ദാറ്റ് ഈസ്, ഈ മാത്ത് മൊഡ്യൂളിൽ നിങ്ങൾ ഓൾറെഡി സിയിലുള്ള കുറേ ലൈബ്രറി ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ടാവും. അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ഫങ്ഷൻസ് തന്നെയാണ് പൈത്തണിലും അവൈലബിൾ ആയിട്ടുള്ളത്. ആ ഫങ്ഷൻസിനൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇമ്പോർട്ട് മാത്ത്. Okay, there are many predefined functions and variables that reside under the module. Okay, math module. To access these functions, we have to write the name of the module followed by a dot followed by a function name. That is, math മൊഡ്യൂളിലുള്ള ഫങ്ഷൻസിനെ ആക്സസ് ചെയ്യാനായിട്ട് ഏതാണോ മൊഡ്യൂളിൻ്റെ പേര് അത് ഡോട്ട് ഫങ്ഷൻ നെയിം അങ്ങനെയാണ് യൂസ് ചെയ്യുക. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. SQRT എന്ന് പറയുന്ന ഫംഗ്ഷൻ നിങ്ങൾ ഓൾറെഡി സിയിൽ കേട്ടിട്ടുണ്ടാവും. SQRT എന്ന് പറയുന്ന ഫംഗ്ഷൻ സ്ക്വയർ റൂട്ട് കാണാനായിട്ടുള്ള ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ് SQRT. SQRT തന്നെയാണ് പൈത്തണിലും സ്ക്വയർ റൂട്ട് കാണാനുള്ള ഫംഗ്ഷൻ. ഇത് ഓൾറെഡി മാത്ത് മൊഡ്യൂളിലുള്ള ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇമ്പോർട്ട് മാത്ത്, ദാറ്റ് ഈസ് മാത്ത് മൊഡ്യൂളിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ലൈനിൽ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്. അതിനുശേഷം SQRT എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഏതാണോ നമ്മുടെ മൊഡ്യൂൾ ആ മൊഡ്യൂളിൻ്റെ പേര് ഡോട്ട് നമ്മുടെ ഫംഗ്ഷൻ്റെ പേര്. ഓക്കെ, ഇവിടെ SQRT എന്ന് പറഞ്ഞിട്ട് ഏത് വാല്യൂൻ്റെയാണ് സ്ക്വയർ റൂട്ട് കൊടുക്കേണ്ടത് അത് നമ്മൾ പാരന്തസിസിൽ കൊടുക്കുന്നു. ആ കിട്ടിയ റിസൾട്ടിനെ സ്റ്റോർ ചെയ്യാനായിട്ട് എ എന്ന് പറഞ്ഞൊരു വാല്യൂവിനെ ഡിക്ലെയർ ചെയ്യുന്നു. ദെൻ ജസ്റ്റ് പ്രിന്റ് എ. സോ വി ഗോട്ട് ദ റിസൾട്ട് ആസ് 2.0. ദാറ്റ് ഈസ് 4ന്റെ സ്ക്വയർ റൂട്ട് എന്താണോ അത് ഫ്ലോട്ട് വാല്യൂ ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, പിന്നെ ഈ മൊഡ്യൂളിൻ്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഡസ് നോട്ട് സപ്പോർട്ട് കോംപ്ലക്സ് ഡാറ്റ ടൈപ്സ്. ദാറ്റ് ഈസ് ഇൻറ്റിജർ അതുപോലെ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പുകളെയാണ് മാത്ത് മൊഡ്യൂൾ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. കോംപ്ലക്സ് ഡാറ്റ ടൈപ്പുകൾ നമ്മൾ പറഞ്ഞു പൈത്തണിൽ യൂസ് ചെയ്യുന്ന വേറൊരു ഡാറ്റ ടൈപ്പാണ് കോംപ്ലക്സ് ഡാറ്റ ടൈപ്പ്. നമ്മൾ ഓൾറെഡി പഠിച്ചു. കോംപ്ലക്സ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പൈത്തണിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പാണ്. A+BJ എന്ന് പറഞ്ഞ ഫോമിലുള്ള ഡാറ്റ ടൈപ്പാണ് കോംപ്ലക്സ് ഡാറ്റ ടൈപ്പ്. ഈ മാത്ത് മൊഡ്യൂൾ വെച്ചിട്ട് നമുക്ക് കോംപ്ലക്സ് ഡാറ്റ ടൈപ്പുകളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല. ഇറ്റ് ക്യാൻ ഓൺലി ഹാൻഡിൽ ദ ഇൻറ്റിജർ ആൻഡ് ഫ്ലോട്ട് ഡാറ്റ ടൈപ്സ്. ഓക്കെ, കോംപ്ലക്സ് ഡാറ്റ ടൈപ്പുകളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണ മൊഡ്യൂളാണ് സി മാത്ത് മൊഡ്യൂൾ. ഓക്കെ, അത് ഈ മാത്ത് മൊഡ്യൂളിൻ്റെ തന്നെ ഒരു കൗണ്ടർ പാർട്ടാണ്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ഹാൻഡ്ലിംഗ് കോംപ്ലക്സ് ഡാറ്റ ടൈപ്പ്. ഓക്കെ, ദെൻ വി ഡിസ്കസ് ദ ഡിഫറെൻറ്റ് കോൺസ്റ്റൻസ് ആൻഡ് ഫങ്ഷൻസ് അവൈലബിൾ അണ്ടർ മാത്ത് മൊഡ്യൂൾ. നമ്മൾ പറഞ്ഞു ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് അതിൽ ഒരുപാട് ക്ലാസ്സസും അല്ലെങ്കിൽ ഫങ്ഷൻസും വാരിയബിൾസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്താണ് ഒരു മാത്ത് മൊഡ്യൂൾ. അപ്പോൾ ഈ മാത്ത് മൊഡ്യൂളിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കോൺസ്റ്റൻസും കുറേ ഫങ്ഷൻസും ബിൽറ്റ് ഇൻ ആയിട്ടുള്ള കുറേ ഫങ്ഷൻസും അവൈലബിൾ ആണ്. സോ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ആ മാത്ത് മൊഡ്യൂളിലുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് കോൺസ്റ്റൻസ്, ദാറ്റ് ഈസ് വിച്ച് ഇൻക്ലൂഡ്സ് math.e. ഓക്കെ, which is returns Euler's numbers, then math.inf which returns floating point positive infinity, then math.nan. nan means not a number. അത് അങ്ങനൊരു വാല്യൂ ഉണ്ട്, അതിനെ റിട്ടേൺ ചെയ്യാനായിട്ടാണ് nan യൂസ് ചെയ്യണത്. ദെൻ math.py, പൈനെ റിട്ടേൺ ചെയ്യാൻ 3.14 പൈൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യാൻ. അതുപോലെ math.to, ടോയുടെ വാല്യൂ റിട്ടേൺ ചെയ്യാനാണ് math.to. ഇതെല്ലാം മാത്ത് മൊഡ്യൂളിലുള്ള കോൺസ്റ്റൻസ് ആണ്. Then we move on to the functions in
മാത്ത് മൊഡ്യൂൾ. നമ്മളുടെ മാത്ത് മൊഡ്യൂളിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഒരുപാട് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് അവൈലബിൾ ആണ്. ആ ഫങ്ഷൻസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് സിയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കുറേ ഫങ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇറ്റ് കണ്ടെയ്ൻസ് ദ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് സച്ച് ആസ് സൈൻ, കോസ്, ടാൻ, എ സൈൻ, എ കോസ്, എ ടാൻ എക്സെട്ര ആൻഡ് ഓൾസോ ദ പവർ ആൻഡ് ലോഗരിതമിക് ഫങ്ഷൻസ്. അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഈ മാത്ത് മൊഡ്യൂളിൽ ഓൾറെഡി അവൈലബിൾ ആണ്. ഓക്കെ, here the table lists out all the built-in functions together with their descriptions. Okay, these are all mathematical functions available under math module. Okay, then let us consider some examples. ചില മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് ആണ് പറയുന്നത്. സീല്, ഫ്ലോർ, അതുപോലെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാനും ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനുള്ള മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾ ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് യൂസ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഇമ്പോർട്ട് മാത്ത്. ഇമ്പോർട്ട് മാത്ത് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അത്യാവശ്യമാണ്. അത് കൊടുത്തു. ദെൻ എയിലേക്ക് ഒരു വാരിയബിൾ കൊടുത്തു. ദെൻ ആ വാരിയബിൾ നമ്മൾ യൂസ് ചെയ്തിട്ട് മാത്ത് ഡോട്ട് സീൽ ഓഫ് എ എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യാണ്. അതുപോലെ മാത്ത് ഡോട്ട് ഫ്ലോർ ഓഫ് എ എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യാണ്. സീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.3യുടെ സീൽ വാല്യൂ ആണ് 3. സോ 3 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കിട്ടും. അതുപോലെ 2.3യുടെ ഫ്ലോർ വാല്യൂ ആണ് 2. സോ 2 എന്ന് പറഞ്ഞിട്ടും ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇവിടെ യൂസ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ എൻഡ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യാവുന്ന ഒരു പാരാമീറ്റർ ആണ് എൻഡ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചു. ദാറ്റ് ഈസ് ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്, രണ്ട് പ്രിന്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദാറ്റ് ഈസ് ഈ ഒരു ലൈൻ പ്രിന്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു സ്പേസ് ഇട്ടതിന് ശേഷം ഇതിലെ വാല്യൂ പ്രിന്റ് ചെയ്ത് വരാനാണ്. അതുകൊണ്ട് നമ്മൾ എൻഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സ്പേസ് കൊടുത്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് 2 ഡബിൾ കോട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്പേസ് ആണ് വരിക. സോ ഇവിടെ നമുക്ക് ഇത്രയും പ്രിന്റ് ചെയ്തിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് ഈ വാല്യൂ പ്രിന്റ് ചെയ്ത് വരാനാണ് ഇവിടെ എൻഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് അബ്സല്യൂട്ട് വാല്യൂ കാണാനുള്ള ഫംഗ്ഷനാണ് ഫാബ്സ്. അതുപോലെ ഫാക്ടോറിയൽ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് രണ്ട് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു. ഇമ്പോർട്ട് മാത്ത് ആദ്യം കൊടുത്തു, ദെൻ രണ്ട് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു. ദെൻ ഫാബ്സ് ഓഫ് എ എന്ന് പറയും, മാത്ത് ഡോട്ട് ഫാബ്സ് ഓഫ് എ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ -10ൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ദാറ്റ് ഈസ് 10 പ്രിന്റ് ചെയ്ത് വരും. അതുപോലെ തന്നെ ഫാക്ടോറിയൽ ഓഫ് ബി 5ൻ്റെ ഫാക്ടോറിയൽ ദാറ്റ് ഈസ് 120 പ്രിന്റ് ചെയ്ത് വരും. So these are the main mathematical built-in functions available under math module. Okay, so I am going to wind up today's session. Thank you.